أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين. الصلاة والسلام على رسول الله وعلى آله وصحبه أجمعين. أما بعد. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. رب زدنا علما نافعا. الحمد لله. അല്ലാഹു സുബ്ഹാനഹു വതആലയുടെ അതിമഹത്തായ അനുഗ്രഹമാണ് നമുക്ക് അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ, പരിശുദ്ധ കലാം നമുക്ക് പഠിക്കാനുള്ള അവസരം അള്ളാഹു തന്ന് അനുഗ്രഹിക്കുന്നത്. അൽഹംദുലില്ലാ. അള്ളാഹു നമ്മളിൽ നിന്ന് എല്ലാവരും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ആമീൻ. നമ്മളൊരു സൽക്കർമ്മം ചെയ്താല് അതിനെ തുടർന്ന് നമുക്ക് വീണ്ടും വീണ്ടും സൽക്കർമ്മങ്ങൾ ചെയ്യാൻ അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും പറയുന്നത് അത് അള്ളാഹു സുബ്ഹാനഹു വതആല നമുക്ക് നമ്മളുടെ കർമ്മം സ്വീകരിച്ചതിന് തരുന്ന ഒരു പ്രതിഫലമാണെന്നാണ്. അപ്പം അൽഹംദുലില്ലാ, അള്ളാഹു നമുക്ക് അതിനുള്ള ഒരു അവസരം അല്ലെ, നമുക്ക് ഒരു നേരം ഒരു നന്മ ചെയ്ത് അതിനെ തുടർന്ന് വീണ്ടും ഒരു നന്മ ചെയ്ത് ഇപ്പം ഓരോ ദിവസം തന്നെ എടുത്താൽ തന്നെ നമുക്ക് ഒരുപാട് ഖുർആൻ പഠിക്കാനും കേൾക്കാനും മനസ്സിലാക്കാനുള്ള അവസരങ്ങൾ അള്ളാഹു തന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മുടെ സൽക്കർമ്മങ്ങൾക്കുള്ള ഒരു പ്രതിഫലമായിട്ട് ഇതിനെ കണ്ടിട്ട് നമുക്ക് കിട്ടുന്ന നന്മ ചെയ്യാനുള്ള അവസരങ്ങളെ പാഴാക്കി കളയാതെ നമ്മൾ ഉപയോഗപ്പെടുത്താൻ വേണ്ടിയിട്ട് എല്ലാവരും പരിശ്രമിക്കാം. അള്ളാഹുവിനെ ധാരാളമായി സ്തുതിക്കുകയും ചെയ്യാം. മനസ്സറിഞ്ഞ് ആത്മാർത്ഥമായിട്ട് അള്ളാഹുവിന് സ്തുതികൾ അർപ്പിക്കാം. അൽഹംദുലില്ലാ, അള്ളാഹു നമ്മളെ ഇതിന് തെരഞ്ഞെടുത്തതിനും ഈ ഒരു വഴിയിൽ തന്നെ നമ്മളെ സഞ്ചരിപ്പിക്കുന്നതിനും തുടർന്നും ഈ വഴിയിൽ സഞ്ചരിപ്പിക്കാൻ വേണ്ടിയിട്ടും എല്ലാം ഉള്ള ഒരു ശുക്രായിക്കൊണ്ട് അള്ളാഹ്ക്കുള്ള അങ്ങേയറ്റത്തെ ശുക്ർ, നന്ദി നമുക്ക് രേഖപ്പെടുത്താനുള്ള ഒരേ ഒരു വാക്കല്ല നമ്മളെ റബ്ബ് പഠിപ്പിച്ചു തന്ന ഒരു വാക്ക് നമുക്ക് അൽഹംദുലില്ലാ. അത് ആത്മാർത്ഥമായിട്ട് മനസ്സറിഞ്ഞ് എന്താ പറയാ, നെഞ്ഞിന്റെ ആ ഒരു ഇതിൽ വെച്ച് തന്നെ നമുക്ക് അള്ളാഹിനോട് സ്തുതി പറയാൻ നമുക്ക് സാധിക്കണം. അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മള് സൂറത്തുൽ മുൽക്കാണ് എടുത്തു വരുന്നത്. സൂറത്തുൽ മുൽക്ക് നമ്മള് കുറച്ച് ആയത്തുകൾ നമ്മൾ എടുത്തത് വരെയുള്ള ആ ഭാഗങ്ങളൊന്നും നമുക്ക് പാരായണം ചെയ്യാം ഇൻഷാ അല്ലാഹ്. നമ്മള് സൂറത്തുൽ മുൽക്കിന്റെ ശ്രേഷ്ഠതയും മഹത്വവും ഒക്കെ നമ്മൾ മനസ്സിലാക്കിയതാണ്. അൽഹംദുലില്ലാ. എല്ലാ ദിവസവും പാരായണം ചെയ്യുന്ന കാര്യത്തിൽ ആരും വീഴ്ച വരുത്താതെ ശ്രദ്ധിക്കാം. മഗ്‌രിബിന് ശേഷം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ ആയിട്ട് സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുന്ന പ്രത്യേകം സുന്നത്താണ്. എല്ലാ ദിവസവും സൂറത്തുൽ മുൽക്ക് പാരായണം ചെയ്താൽ അല്ലാഹു തആല നമ്മളെ ഖബർ ശിക്ഷയിൽ നിന്ന് അല്ലാഹു തആല രക്ഷപ്പെടുത്തും എന്ന് പറയുന്നുണ്ട്. അതുപോലെ ഈ സൂറത്തുൽ മുൽക്ക് നാളെ നമുക്ക് വേണ്ടിയിട്ട് അള്ളാഹുവിനോട് വാദിക്കും. നമ്മളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കാൻ വേണ്ടിയിട്ട്, നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് അള്ളാഹിന്റെ മുമ്പിൽ ഇത് വാദിക്കും എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മള് സാഹിബുൽ ഖുർആൻ ആകണം. അള്ളാഹു അതിനുള്ള തൗഫീഖ് നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. تبارك الذي بيده الملك وهو على كل شيء قدير. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور. الذي خلق 7 سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور ثم ارجع البصر كرتين ينقلب إليك البصر خاسئا وهو حسير. ولقد زينا السماء الدنيا بمصابيح وجعلناها رجوما للشياطين وأعتدنا لهم عذاب السعير. وللذين كفروا بربهم عذاب جهنم وبئس المصير. إذا ألقوا فيها سمعوا لها شهيقا وهي تفور تكاد تميز من الغيظ كلما ألقي فيها فوج سألهم خزنتها ألم يأتكم نذير.
قالوا بلى قد جاءنا نذير فكذبنا وقلنا ما نزل الله من شيء إن أنتم إلا في ضلال كبير وقالوا لو كنا نسمع أو نعقل ما كنا في أصحاب السعير فاعترفوا بذنبهم فسحقا لأصحاب السعير إن الذين يخشون ربهم بالغيب لهم مغفرة وأجر كبير. അൽഹംദുലില്ലാ. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞു നിർത്തിയത് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെ നരകത്തിലേക്ക് കുറ്റവാളികളായ സത്യനിഷേധികളെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിലേക്ക് ഇടുന്ന ആ ഒരു അവസ്ഥ നമുക്ക് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരാണ് അല്ലെ. ആ നരകത്തിലേക്ക് ഇടുന്ന അവസരം അള്ളാഹുവിന്റെ ഉഗ്രകോപത്താൽ ആ നരകം ഇങ്ങനെ തിളച്ച് മറയുന്നുണ്ട് അല്ലെ. തിളച്ച് മറയുന്ന ഒരു അവസ്ഥയാണുള്ളത്. ആ സമയത്ത് അള്ളാഹു സുബ്ഹാനഹു വ തആല അതിന്റെ കാവൽക്കാരായ അള്ളാഹുവിന്റെ മലായിക്കത്തുകള് ഈ ആൾക്കാരോട് ചോദിക്കും അല്ലെ, അലം യഅതികും നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുമായിട്ട് ആൾക്കാർ വന്നിട്ടില്ലേ, നിങ്ങൾക്ക് മുന്നറിയിപ്പുകാരൻ വന്നിട്ടില്ലേ എന്ന ആ ഒരു ചോദ്യം അവരോട് ഉന്നയിക്കുന്ന സമയത്ത് അവർ പറയൂലേ, ഖാലൂ ബല ഖദ് ജാഅനാ നദീറുൻ, തീർച്ചയായും അല്ലെ ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്, ഞങ്ങൾക്ക് മുന്നറിയിപ്പുമായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട്. പക്ഷെ എന്താ ചെയ്തത്? ഞങ്ങള് അവരെ കളവാക്കി. എന്നിട്ടോ അവർ പറയുകയും ചെയ്തു, എന്ത്? വഖുൽനാ മാ നസ്സലല്ലാഹു മിൻ ഷൈഇൻ ഇൻ അൻതും ഇല്ലാ ഫീ ളലാലിൻ കബീർ. എന്താണ്? ഞങ്ങൾക്ക് അള്ളാഹു യാതൊന്നും ഇറക്കിയിട്ടില്ല, നിങ്ങൾ വഴി പിഴവിൽ തന്നെയാകുന്നു എന്ന് പറഞ്ഞിട്ട് അവര് മാറി നിൽക്കുക ചെയ്തത് അല്ലെ. അള്ളാഹുവിന്റെ മുന്നറിയിപ്പുമായിട്ട് അള്ളാഹു തആല പ്രവാചകന്മാരെ, ദൂതന്മാരെ അള്ളാഹു തആല നിയോഗിച്ചിട്ടുണ്ട്. പക്ഷെ അതിനെ ഒന്നും വകവെക്കാതെ അല്ലെ, പറയുന്നത് കേൾക്കാതെ അത് അവഗണിച്ചുകൊണ്ട് ജീവിച്ച ആൾക്കാരുടെ അവസ്ഥയാണ് അള്ളാഹു തആല ഇവിടെ നമ്മളെ മുമ്പിൽ അള്ളാഹു തആല കാണിച്ചു തരുന്നത്. സുബ്ഹാനല്ലാഹ്. നമ്മൾ ഓരോരുത്തരും ചിന്തിക്കേണ്ട ഒരു വിഷയമാണിത്. കാരണം അവിടെ അള്ളാഹു ചോദിക്കാൻ, നിങ്ങൾക്ക് അലം യഅതികും നദീർ അല്ലെ, അപ്പൊ ബല ഖദ് ജാഅനാ നദീർ, നിങ്ങൾക്ക് മുന്നറിയിപ്പുമായിട്ട് ആള് വന്നിട്ടില്ലേ എന്ന് ചോദിക്കുമ്പോ വന്നിട്ടുണ്ട് എന്ന് പറയൻ. അപ്പൊ എന്നിട്ടും എന്തേ നിങ്ങൾക്ക് ഈ ഒരു അവസ്ഥ വന്നത് എന്നാണ് അള്ളാഹു തആല അല്ലെ. അപ്പൊ അവരെന്താ പറഞ്ഞത്? ഞങ്ങൾ അതിനെ അവഗണിച്ച് അല്ലെ, അതിലെ ആ കാര്യത്തില് ശ്രദ്ധിക്കാതെ നല്ല കാര്യം പറഞ്ഞു വന്ന ആളുകളെ വിശ്വസിക്കാതെ മാറി നിന്നു. അതിന്റെ അനന്തരഫലമായിട്ടാണ് അവർക്കിത് അനുഭവിക്കേണ്ടി വന്നത്. അപ്പോ അവര് വിഷമത്തോടെ സങ്കടത്തോടെ അവര് പറയാണ്, ഖാലൂ ലൗ കുന്നാ നസ്മഉ ഔ നഅഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അവര് പറയുന്നു, വഖാലു, ഞങ്ങള് കേട്ടിരുന്നെങ്കിൽ, ലൗ കുന്ന, ഞങ്ങൾ ആയിരുന്നെങ്കിൽ, നസ്മഉ, കേൾക്കുന്നവരായിരുന്നെങ്കിൽ അല്ലെ, ഞങ്ങൾ കേട്ടിരുന്നുവെങ്കിൽ, ഔ നഅഖിലു, അതല്ലെങ്കിൽ ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നുവെങ്കിൽ, മാ കുന്ന, ഞങ്ങളാകുമായിരുന്നില്ല, ഫി അസ്ഹാബിസ് സഈർ, നരകത്തിന്റെ ജ്വലിക്കുന്ന അഗ്നിയുടെ ആൾക്കാരിൽ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ല എന്ന് അവര് വിലപിക്കുന്ന ഒരു വല്ലാത്തൊരവസ്ഥ. സുബ്ഹാനല്ലാഹ്. ഒന്ന് ആലോചിച്ച് നോക്കല്ലേ, ഇങ്ങനൊരു അവസ്ഥ അഭിമുഖീകരിക്കേണ്ടി വന്നാലുള്ള ആ ഒരു അവസ്ഥയെ കുറിച്ച് ഓക്കെ നരകം അഭിമുഖീകരിക്കുന്ന കുറ്റവാളികളുടെ ആ ദയനീയമായ ഒരു അവസ്ഥയെ കുറിച്ചാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഇവിടെ നമുക്ക് കാണിച്ചു തരുന്നത് അല്ലെ. അവരുടെ ഒരു വിലാപം ഒന്ന് ആലോചിച്ച് നോക്കിയാൽ, അവിടെ എത്തിക്കഴിഞ്ഞിട്ട് ഇല്ല ഈ ഒരു വിലപിക്കേണ്ട ഒരു അവസ്ഥ വന്നാല് അവർ പറയുന്നു, അവർ പറയുന്നു, ഞങ്ങളായിരുന്നെങ്കിൽ അല്ലെ, നസ്മഉ, കേട്ടിരുന്നെങ്കിൽ, ഔ നഅഖിലു, ബുദ്ധി കൊടുത്ത് ചിന്തിച്ചിരുന്നെങ്കിൽ,
ഞങ്ങൾ അന്ന് അല്ലെ ഓരോരുത്തരും വന്നിട്ട് അങ്ങനെയല്ല, ഇങ്ങനെയാണ്, ഇതാണ് സത്യം, അള്ളാഹുവിനെ മാത്രമേ ആരാധിക്കാൻ പാടുള്ളൂ, അള്ളാഹു അല്ലാത്തവരോട് നമ്മൾ വിളിച്ച് പ്രാർത്ഥിക്കാൻ പാടില്ല, ദുആ ചെയ്യാൻ പാടില്ല, നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി തരാൻ കഴിവുള്ളവനാണ് അള്ളാഹു അല്ലെ, നമ്മൾ എന്ത് എവിടെ നിന്ന് എങ്ങനെ വിളിച്ചാലും അള്ളാഹു താഴെ കേൾക്കും, ഉത്തരം തരും. ഇത്രയും കൃത്യമായിട്ട് വ്യക്തമായിട്ടും അള്ളാഹു താഴെ പരിശുദ്ധ ഖുർആനിലും കൂടെ നമുക്ക് അറിയിച്ചു തന്നിട്ടുണ്ട്. ആ ഉത്ബോധനത്തിന് നേരെ മുഖം തിരിച്ചു കളഞ്ഞു. ഇല്ല, ഞങ്ങൾ പണ്ട് പണ്ടേ ചെയ്തു വന്ന ആചാരങ്ങൾ മുറുകെ പിടിച്ച് അങ്ങനെ പോയിക്കോളും അല്ലെ, ഞങ്ങൾ പണ്ടേ ഞങ്ങളുടെ പൂർവികന്മാർ എങ്ങനെയാണോ ജീവിച്ചത് അതുപോലെ ഞങ്ങൾ പോയിക്കോളും, അവരൊക്കെ നരകത്തിലാണെങ്കിൽ ഞങ്ങൾ നരകത്തിലായിക്കോട്ടെ, ഞങ്ങൾക്ക് പേടിയില്ല അല്ലെ, ഞങ്ങൾക്ക് പ്രശ്നമില്ല എന്ന രീതിയിൽ വാദിച്ച് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും അങ്ങനെയുള്ള വാദങ്ങൾ കൊണ്ടു നടക്കുന്നവരുണ്ട്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു എല്ലാവർക്കും സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് നൽകട്ടെ, ആമീൻ. അപ്പോ ആ സമയത്ത് അവിടുന്ന് വിലപിക്കുന്നില്ല, നരകം നേരിൽ കണ്ട് ആ കഠോരമായ ശിക്ഷ അനുഭവിക്കുന്ന സമയത്ത് അള്ളാഹു എല്ലാരും കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ആ സമയത്ത് അവര് പറയുന്നത്, ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഈ പറയുന്ന ആൾക്കാരുടെ വാക്ക് ഞങ്ങളൊന്ന് കേട്ടിരുന്നെങ്കിൽ, ഞങ്ങളൊന്ന് ബുദ്ധി കൊടുത്ത് ആലോചിച്ചിരുന്നെങ്കിൽ അല്ലെ, ആ കുന്നാഫി ഞങ്ങൾ ഒരിക്കലും ഈ കത്തിജ്വലിക്കുന്ന ഈ നരകത്തിന്റെ ആൾക്കാരെ ഞങ്ങൾ പെട്ടുപോകുമായിരുന്നില്ലല്ലോ എന്ന ഒരു വിലാപം. വല്ലാത്തൊരു പ്രയാസമാണ് അല്ലെ. അവിടുന്ന് അള്ളാഹു തആല പറയും അവരങ്ങനെ സമ്മതിക്കും, പറയും തങ്ങളുടെ കുറ്റങ്ങൾ പറ്റി. പക്ഷെ എന്താ കാര്യം? ഒരു കാര്യമില്ല അല്ലെ, നരകത്തിന്റെ ആളുകൾക്ക് നാശം, ശാപം. അവർ വിദൂരം അകറ്റി നിർത്തപ്പെടുന്നവരാണ്, അവർ മാറ്റി നിർത്തപ്പെടുന്നവരാണ് അവർ. നരകത്തിന്റെ ആൾക്കാരിൽ പെട്ട് കഴിഞ്ഞാൽ പിന്നെ അവിടെ അവർക്കൊരു ഇതില്ല അല്ലെ. നരകത്തിന്റെ മലായികകളുടെ കാവൽക്കാരായ മലക്കുകളുടെ കാര്യം പറയുന്ന വെച്ചാല് അവരുടെ മുഖത്ത് ഒരിക്കലും ഒരു പുഞ്ചിരി ഉണ്ടാവില്ല എന്ന് പറയും. ഭയങ്കര എന്ന് പറഞ്ഞാൽ അത്രയും കഠിന ഹൃദയരാകണം, എന്നാലും ഈ നരകത്തിലിട്ട് ശിക്ഷിക്കാൻ കഴിയൂ. സുബ്ഹാനല്ലാഹ്, വല്ലാത്തൊരു അവസ്ഥയാണ്, അത് വല്ലാത്തൊരവസ്ഥ. അള്ളാഹു എല്ലാവരെയും കാത്തുരക്ഷിക്കട്ടെ. നമുക്ക് അതിന്റെ അടുത്തുപോലും പോകാൻ കഴിയില്ല എന്ന് പറയുന്നത്, അത്രയും അതിന്റെ ചൂട് കഠിനമായിരിക്കും. അപ്പം ഇവിടുന്ന് നല്ലത് പറഞ്ഞു തരാൻ വേണ്ടിയിട്ട് ഇഷ്ടം പോലെ ആൾക്കാരുണ്ട്, ഒരുപാട് നന്മകൾ നമ്മളെ മുമ്പിൽ എത്തിച്ചു തരുന്ന പലരും പല വിധത്തിലും പരിശ്രമിക്കുന്നില്ലേ. ഓരോ ദിവസവും, ഓരോ മണിക്കൂറുകളും, ഓരോ സെക്കൻഡുകളും, എന്താ പറയാ, ഓരോന്ന് വിലപ്പെട്ട സമയങ്ങൾ നമുക്ക് വേണ്ടിയിട്ട് പലരും മെനക്കെടുന്നു. ഒന്ന് സത്യം മനസ്സിലാക്കിക്കൊള്ളട്ടെ, ഒന്ന് സത്യം അറിയട്ടെ എന്ന് വിചാരിച്ചു. പക്ഷെ അതിലേക്ക് എത്താതെ സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് അല്ലെങ്കിൽ ഇച്ഛകൾക്കനുസരിച്ച് ജീവിതം നയിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? സത്യത്തില് പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് തന്നെ നമുക്കുള്ളൊരു ദിക്റാണ് അല്ലെ, ഒരു ഉത്ബോധനമാണ്, ഒരു മുന്നറിയിപ്പാണ്. സന്തോഷ വാർത്തയുണ്ട്, പിന്നെ താക്കീതുണ്ട് അല്ലെ. നമുക്കറിയാം, അൽഹംദുലില്ലാഹി ലദി അൻസല അലാ അബ്ദിഹിൽ കിതാബ ലഹു ഇവജ ഖയ്യിമൻ ലിയുൻദിറ ശദീദൻ മിൻ ലദുഹു വയുബശ്ശിറൽ മുഅ്മിനീന അല്ലദീന അല്ലെ. നമ്മൾ എല്ലാ വെള്ളിയാഴ്ചയും സൂറത്തുൽ കഹ്ഫ് പാരായണം ചെയ്യുന്നതൊക്കെ അവിടെ ആ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറയുന്നത്? തന്റെ അടിമയെ അള്ളാഹു തന്റെ അടിമയിൽ അവതരിപ്പിച്ചു. ആ അള്ളാഹുവിനാണ് സർവസ്തുതിയും. അൽഹംദുലില്ലാഹ്, എന്ന് പറഞ്ഞ ആ അധ്യായം ആകുമ്പോ അതിൽ യാതൊരു വളർച്ചയോ വ്യക്തതയോ ഒന്നുമില്ല. ബ്രേക്ക് ആവുന്നുണ്ട് വോയിസ് ഒക്കെ. ബ്രേക്ക് ആവുന്നുണ്ടോ? പ്രോബ്ലം തോന്നുന്നു. ക്ലിയർ കുറവുണ്ട്. ഞാൻ വിചാരിച്ചു എന്റെ ഫോണെന്ന് വിചാരിച്ചു. കൂടി തുടങ്ങാം. ഓക്കെ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ഫഅതറഫൂ ബിദംബിഹിം ഫസുഖ്ഖൻ ലിഅസ്ഹാബിസ് സഈർ. അവിടെ പിന്നെ ഈ അള്ളാഹുവിന്റെ വാഗ്ദാനങ്ങളെ, അള്ളാഹുവിന്റെ മുന്നറിയിപ്പുകളെ അവഗണിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ അവസ്ഥ പറയാൻ, അവരുടെ തെറ്റുകുറ്റങ്ങൾ അവർക്ക് അവിടെ വെച്ച് അറിയാൻ സാധിക്കും, അവർക്ക് മനസ്സിലാവും. ഫഅതറഫൂ, അവരറിയാൻ, ബിദംബിഹിം, അവർ ചെയ്ത തിന്മകൾ, തെറ്റുകൾ, പാപങ്ങൾ. അപ്പോ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്ന ഫസുഖ്ഖൻ ലിഅസ്ഹാബിസ് സഈർ, നരകത്തിന്റെ ആളുകൾക്ക് വിദൂരം, നാശം, ശാപം. അള്ളാഹു അവരെ അകറ്റി മാറ്റി നിർത്തപ്പെടുന്ന ഒരു വല്ലാത്തൊരു അവസ്ഥയാണത്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. അപ്പം നമ്മള് ഈ ആയത്തുകളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ചില ഗുണപാഠങ്ങളുണ്ട്. അതായത് പരിശുദ്ധ ഖുർആനിന്റെ അവതരണം അള്ളാഹു സുബ്ഹാനഹു വ തആല അതിലൂടെ ലക്ഷ്യമാക്കുന്നത് ജനങ്ങൾക്ക് ഉത്ബോധനവും ഉപദേശവുമായി കൊണ്ടാണ് അല്ലെ.
വഇന്നഹു ലദിക്റുൻ ലക വലിഖൗമിക വസൗഫ തുസ്അലൂൻ. അതായത് പരിശുദ്ധ ഖുർആൻ അത് നിനക്കും നിന്റെ ജനതക്കും ഒരു ഉത്ബോധനം തന്നെയാണ്. വഴിയെ നിങ്ങൾ ചോദ്യം ചെയ്യപ്പെടുന്നതുമാണ്. നമുക്കുള്ള ഉത്ബോധനമായിട്ട് ഉപദേശമായിട്ട് അല്ലാഹു തആല ഈ പരിശുദ്ധ ഖുർആനിനെ നമ്മളെ മുമ്പിൽ എത്തിച്ചു തന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഓരോരുത്തരും അതെന്താക്കണം, അത് ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും നമ്മൾ തയ്യാറാകണം. ഇത് പരിശുദ്ധ ഖുർആൻ എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ലോക മനുഷ്യരെ മുഴുവനും സന്മാർഗത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടുള്ള അള്ളാഹുവിങ്കിൽ നിന്നുള്ള സന്ദേശങ്ങളും മുന്നറിയിപ്പുകളുമാണ് ഈ വേദഗ്രന്ഥത്തിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് തന്നെ അല്ലെ. ഹാദാ ബലാഗുൽ ലിന്നാസ്, മനുഷ്യർക്ക് വേണ്ടിയിട്ട്, വലിയുൻദറു ബിഹി, അവർക്ക് ഒരു ഉത്ബോധനം. പിന്നെയോ അല്ലെ താക്കീത്, വലിയ അലമു അന്നമാ ഹുവ ഇലാഹും വാഹിദ് വലിയദ്ദക്കറ ഉലുൽ അൽബാബ്. എന്തിനു വേണ്ടിയിട്ടാണ്? അള്ളാഹു സുബ്ഹാനഹു വ തആല മാത്രമാണ് ഒരേ ഒരു ആരാധ്യൻ എന്നവർക്ക് മനസ്സിലാകാനും ബുദ്ധിയുള്ള ഉലുൽ അൽബാബ് അല്ലെ ബുദ്ധിമാന്മാർ ആലോചിച്ച് മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു ഉത്ബോധനമാണെന്ത് ഈ പരിശുദ്ധ ഖുർആൻ. അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ അടുത്ത് നിന്ന് നമുക്ക് അള്ളാഹു തആല പ്രവാചകൻ മുഖേന നമ്മളിലേക്ക് എത്തിച്ചു തന്നു. വഹി മുഖേന അല്ലെ, വഊഹിയ ഇലയ്യ ഹാദൽ ഖുർആനു ലിഉൻദിറകും ബിഹി, ഈ ഖുർആൻ നിനക്ക് വഹിയായിക്കൊണ്ട് നൽകപ്പെട്ടിട്ടുള്ളതല്ലേ, അത് മുഖേന നിങ്ങൾക്കും അതിന്റെ സന്ദേശം ചെന്നെത്തുന്ന എല്ലാവർക്കും ഞാൻ മുന്നറിയിപ്പ് നൽകുന്നതിന് വേണ്ടിയാണ് ഈ ഒരു ഗ്രന്ഥത്തെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവതരിപ്പിച്ചിട്ടുള്ളത്. പക്ഷെ മനുഷ്യന്റെ അവസ്ഥ എന്ന് പറഞ്ഞാൽ നേരെ തിരിച്ചാണ് അല്ലെ. മനുഷ്യൻ എന്ന് പറഞ്ഞാല് പലപ്പോഴും അശ്രദ്ധനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ താക്കീതുകളെ അവഗണിച്ച് ജീവിക്കുന്ന ആൾക്കാരാണ്. ഇവിടുന്ന് അവഗണിക്കും, എന്നിട്ട് അവിടെ എത്തുമ്പോ വിലപിക്കും. അതാണ് നമ്മളിപ്പോ കണ്ടത് അല്ലെ. വഖാലു ലൗ കുന്നാ നസ്മഉ ഔ നഖിലു മാ കുന്നാ ഫീ അസ്ഹാബിസ് സഈർ. അവർ പറയുന്ന അവിടെ വെച്ചിട്ട് നരകം നേരിൽ കാണുന്ന അവസരം, ശിക്ഷ അനുഭവിക്കുന്ന അവസരം അവർ പറയും, അള്ളാഹുവേ ഞങ്ങൾ നേരത്തെ കാണുകയും കേൾക്കുകയും ചിന്തിക്കുകയും മനസ്സിലാക്കുകയും ചെയ്തിരുന്നെങ്കിൽ ഞങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വരുമായിരുന്നില്ലല്ലോ എന്ന വിലാപം അല്ലെ. യഖൂലു യാ ലൈതനി ഖദ്ദംതു ലി ഹയാതി. നമ്മൾ സൂറത്തുൽ ഫജ്റിൽ നമ്മൾ പാരായണം ചെയ്തില്ലേ, മനുഷ്യൻ പറയും അവിടെ എത്തിയാൽ ഞാൻ നേരത്തെ ചെയ്തു വെച്ചിരുന്നെങ്കിൽ, എന്റെ ജീവിതകാലത്ത് ഞാൻ നന്നായി പ്രവർത്തിച്ചിരുന്നുവെങ്കിൽ എത്ര നന്നായേനെ എന്ന ഒരു വിലാപം. എന്ത് കാര്യം, എന്ത് പ്രയോജനം അല്ലെ. മനുഷ്യൻ അങ്ങേയറ്റം അശ്രദ്ധവാനായി ജീവിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാം? അതിന്റെ പരിണിത ഫലം എന്ന് പറയുന്നത് അവൻ അനുഭവിക്കേണ്ടി വരും. നമ്മള് മനുഷ്യന്മാർക്കുള്ള പരിപൂർണമായ വിജയത്തിന് വേണ്ടിയിട്ട്, രക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് അല്ലാഹു തആല നമുക്ക് പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ചു തന്നത്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമ്മളെ മുമ്പിൽ നിയോഗിച്ചയച്ചത് നമ്മളുടെ രക്ഷയ്ക്ക് വേണ്ടിയിട്ട്, നമ്മൾക്ക് സമാധാനത്തോടു കൂടി ജീവിക്കാൻ വേണ്ടിയിട്ട്, ശാശ്വതമായ സ്വർഗീയ സുഖങ്ങളിൽ ഉല്ലസിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് അല്ലാഹു തആല ഈ ഖുർആനിനെയും പരിശുദ്ധ ഖുർആനിനെയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നമുക്ക് അയച്ചു തന്നത്. പക്ഷെ ഈ പരിശുദ്ധ ഖുർആനിനെ പോലും ശരിയായ രൂപത്തിൽ മനസ്സിലാക്കാതെ അതിനെ തെറ്റായി വ്യാഖ്യാനിച്ച് ഇസ്ലാമിന്റെ ശരിയായ ചിഹ്നങ്ങളെയും ആചാരങ്ങളെയും അനുഷ്ഠാനങ്ങളെയും മാറ്റിമറിച്ച് എന്താ പറയാ, പിൽക്കാലത്ത് പലരും കൊണ്ടുവന്ന കുറെ അനാചാരങ്ങൾ, അന്യമതസ്ഥരുടെ പല ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും കൊണ്ടുവന്നിട്ട് ദീനിനെ വികലമാക്കി, ദീനിലെ നിയമങ്ങളെ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളൊക്കെ തെറ്റായ നിലക്ക് കൊണ്ടുവന്ന് എല്ലാം നല്ലതല്ലേ എന്ന് കരുതിയാണ് മനുഷ്യൻ പലപ്പോഴും എല്ലാം ചെയ്തു വെക്കുന്നത്. പക്ഷെ പലപ്പോഴും സംഭവിക്കുന്ന എന്താണ്? വിപരീത ഫലം. നാളെ അങ്ങേയറ്റത്തെ വിലാപം ഏറ്റുവാങ്ങേണ്ട ഒരു അവസ്ഥയായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. നമ്മള് അള്ളാഹുവിന്റെ ആയത്തുകളെ, അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ആയത്തുകളെ അവഗണിക്കുന്ന സമയത്ത് എന്താ സംഭവിക്കാന്നറിയോ? നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയൂല. അള്ളാഹു ഹൃദയങ്ങൾക്ക് മൂടിയിടുന്നു പറയും. വമൻ അസ്ലമു മിമ്മൻ ദുക്കിറ ബിആയാതി റബ്ബിഹി ഫഅറള അൻഹാ വനസിയ മാ ഖദ്ദമത് യദാഹു ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറാ. എന്താ പറയുന്നറിയോ? അള്ളാഹുവിന്റെ ആയത്തുകളെ സംബന്ധിച്ച് തിരിഞ്ഞു കളഞ്ഞ ആളുകളെക്കാൾ വലിയ അക്രമി ആരാ ഉള്ളത്?
അതിനെ തിരിഞ്ഞു കളയാ മാത്രല്ല പിന്നെ മറന്നു കളയുകയും ചെയ്തു അല്ലെ. വനസിയമാ ഖദ്ദമത് യദാ, തന്റെ കൈകൾ പ്രവർത്തിച്ചത്, അതായത് ദുഷ്കർമ്മങ്ങൾ മറന്നിട്ട് ജീവിക്കുന്ന ആള്, അക്രമിയായി ജീവിക്കുന്നവൻ, ചെയ്ത തെറ്റുകളെ ഓർത്ത് വിലപിക്കുന്ന, പ്രയാസപ്പെടുന്ന അല്ലെ, ഖേദം വന്നിട്ട് പശ്ചാത്തപിക്കുന്ന, പാപമോചനം തേടുന്ന ആ വ്യക്തിയെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. തൗബ ചെയ്യുന്ന ഒരു അടിമയെ അള്ളാഹുവിന് ഏറെ ഇഷ്ടമാണ്. മനുഷ്യൻ എന്ന് പറയുമ്പോ ഒരു തെറ്റും സംഭവിക്കാത്തവനല്ല അല്ലെ. അള്ളാഹു അങ്ങനെയല്ല സൃഷ്ടിച്ചത്. മനുഷ്യർക്ക് തെറ്റ് പറ്റാം, തെറ്റുകൾ സംഭവിച്ചേക്കാം. പക്ഷെ ഒരിക്കലും ഒരു വിശ്വാസി അതിൽ ഉറച്ചു നിൽക്കൂല. വിശ്വാസി ഒരിക്കലും അതിൽ ഉറച്ചു നിൽക്കൂല. അവന് ഖേദമുണ്ടാകും, തെറ്റ് സംഭവിച്ചു പോയല്ലോ എന്നുള്ള പ്രയാസം ഉണ്ടാകും. അള്ളാഹുലേക്ക് ഖേദിച്ച് മടങ്ങും, എനിക്ക് പുറത്തു തരണേ അള്ളാഹ്, ഇനി ഒരിക്കലും ഞാൻ ആ തെറ്റിലേക്ക് പോവില്ല റബ്ബേ എന്ന പശ്ചാത്താപം മനസ്സുണ്ടാവും വിശ്വാസിക്ക്. പക്ഷെ ഇത് ചെയ്യുന്നത് തെറ്റല്ല എന്ന ഒരു കാഴ്ചപ്പാടോടുകൂടി തിന്മകൾ ചെയ്യുന്ന ആൾക്കാരുടെ അവസ്ഥ എന്താ? അവർ വിചാരിക്കുന്നു ഇതൊക്കെ നല്ലതാണെന്നല്ലേ. പറഞ്ഞു കൊടുക്കുമ്പോൾ ആൾക്കാർ മനസ്സിലാക്കുന്നില്ല, ഉൾക്കൊള്ളുന്നില്ല. നമ്മളെ നാട് നീളെ ഭയങ്കരമായ അനാചാരങ്ങൾ നടക്കുകയെന്നല്ലേ. അള്ളാഹുവിനെ എല്ലാവർക്കും സത്യം മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകണേ റഹ്മാനെ. അതെ, അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ മുഖം തിരിഞ്ഞ് കളഞ്ഞാല് നമുക്ക് സത്യം മനസ്സിലാക്കാൻ കഴിയൂല. അള്ളാഹു പറയുന്നത് ഇന്നാ ജഅൽനാ അലാ ഖുലൂബിഹിം അകിന്നതൻ അൻ യഫ്ഖഹൂഹു വഫീ ആദാനിഹിം വഖറ, അവർക്ക് അല്ലാഹു സുബ്ഹാനഹു തആല അവരെ പിന്നെ ഹൃദയങ്ങൾക്ക് മൂടിയിടപ്പെടുന്നു പറയും. അവരുടെ കാതുകളില് ഒരു അടപ്പ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ അല്ലെ. ഹൃദയങ്ങൾ മൂടിയിടപ്പെട്ട ആൾക്കാരുടെ അവസ്ഥ എന്താ? ഖതമല്ലാഹു അലാ ഖുലൂബിഹിം വഅലാ സമഇഹിം വഅലാ അബ്സാരിഹിം ഗിശാവ വലഹും അദാബുൻ അദീം. സുബ്ഹാനല്ലാഹ്, നരകത്തിലായിരിക്കും അവരുടെ അവസ്ഥ ഉണ്ടാകുക, നരകക്കാരിൽ പെട്ടുപോകും. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ നമ്മൾ ഒരിക്കലും അവഗണിക്കരുത് അല്ലെ. അങ്ങനെ ആയിക്കഴിഞ്ഞാല് പിന്നെ വഇൻ തദ്ഉഹും ഇലൽ ഹുദാ ഫലൻ യഹ്തദൂ ഇദൻ അബദാ, അതാ പറയുന്ന അല്ലാഹു തആല. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങൾക്ക് നേരെ അവഗണന കാണിച്ച ആളുകൾക്ക് പിന്നെ ഒരിക്കലും എന്തുണ്ടാവില്ല, അവർക്ക് ഹിദായത്തിലേക്ക് സന്മാർഗം ലഭിക്കൂല, അവർ സന്മാർഗം സ്വീകരിക്കൂല. പറഞ്ഞാലൊന്നും എന്താവൂല, ഉൾക്കൊള്ളാത്ത വല്ലാത്തൊരു ദുരവസ്ഥ അവർക്ക് വരും അല്ലെ. അവർക്ക് സത്യം മനസ്സിലാക്കാനുള്ള തൗഫീഖ് ഉണ്ടാവൂല. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. നമ്മൾ എപ്പോഴും പ്രാർത്ഥിക്കണം അല്ലെ, അല്ലാഹുമ്മ അരിനൽ ഹഖ ഹഖൻ വർസുഖ്ന ഇത്തിബാഅഹ് വഅരിനൽ ബാതില ബാതിലൻ വർസുഖ്ന ഇജ്തിനാബ്. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് പിൻപറ്റി ജീവിക്കാനുള്ള തൗഫീഖ് നൽകണേ റഹ്മാനെ. മിഥ്യ അല്ലെ, വ്യർത്ഥമായത് തെറ്റായത് തെറ്റാണെന്ന് മനസ്സിലാക്കാൻ കേൾക്കണില്ല. സൗണ്ടില്ലല്ലോ, കേൾക്കണില്ല. അവർ തീർച്ചയായും അള്ളാഹുവിന്റെ ശിക്ഷകൾക്ക് പാത്രമായി തീരും അല്ലെ. വമൻ യുഅരിദ് അൻ ദിക്രി റബ്ബിഹി യസ്ലുഖുഹു അദാബൻ സഅദാ. അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ വിട്ട് ആരെ തിരിഞ്ഞു കളയുന്നുവോ അവനെ അള്ളാഹു പ്രയാസകരമായ ശിക്ഷയിൽ പ്രവേശിപ്പിക്കുന്നതാണ്. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ, ആമീൻ. ഒരുപാട് പരിശുദ്ധ ഖുർആനില് ഒരുപാട് സ്ഥലങ്ങളിൽ ഈ ഒരു താക്കീദിനെ അവഗണിക്കുന്ന ആൾക്കാരുടെ അവസ്ഥ പറയുന്നുണ്ട്. അവരെ കുറിച്ച് അള്ളാഹു തആല പറഞ്ഞത് കഴുതകളെ പോലെയാണെന്ന്, കഴുതകളെ പോലെ. അള്ളാന്റെ ദൃഷ്ടാന്തങ്ങളെ തിരിഞ്ഞു കളയുന്ന ആളുകൾ കഅന്നഹും ഹുമുറും മുസ്തൻഫിറ ഫറത് മിൻ ഖസ്വറ, എന്താ പറയുന്നറിയോ? വിറളി പിടിച്ച കഴുതകളെ പോലെയാണ്, സിംഹത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന കഴുതകൾ. അള്ളാഹു കാത്തു രക്ഷിക്കട്ടെ അല്ലെ. ഇങ്ങനെയുള്ള ഗണത്തിലൊന്നും നമ്മൾ പെട്ടുപോകാതിരിക്കണം. അത് മാത്രല്ല അള്ളാഹു സുബ്ഹാനഹു തആലയുടെ ഉത്ബോധനങ്ങള് പരിശുദ്ധ ഖുർആനിനോട് തന്നെ, അത് തന്നെ നമ്മൾ മനസ്സിലാക്കിയാൽ മതി. പരിശുദ്ധ ഖുർആനിനോട് അവഗണന കാണിക്കുന്ന ആളുകൾ, അള്ളാഹുവിന്റെ ആയത്തുകൾ നമുക്ക് കൃത്യമായി വ്യക്തമായി അള്ളാഹു തആല നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് അല്ലെ. തൗഹീദ്, ഏകദൈവ വിശ്വാസം, അള്ളാഹു ഏകനാണ്, അവന് ഒരേ ഒരു ഇലാഹ് മാത്രമേ ഉള്ളൂ അല്ലെ. ഇന്നമാ ഇലാഹുക്കും ഇലാഹും വാഹിദ് ലാ ഇലാഹ ഇല്ലാഹു. എത്ര പരിശുദ്ധങ്ങൾ, എത്ര സ്ഥലങ്ങളിലാ അള്ളാഹു അല്ലാതെ ആരാധനക്ക് അർഹനായിട്ട് വേറെ ആരും ഇല്ല എന്ന് നമുക്ക് വ്യക്തമാക്കി പറഞ്ഞു തന്നിട്ടുള്ളത്. എന്നിട്ടും പിന്നെയും അങ്ങനെ അല്ലാത്ത ഇലാഹകൾക്ക് പിന്നാലെ പോകുന്ന മനുഷ്യന്മാരുടെ അവസ്ഥ മനസ്സിലാക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ, ആമീൻ.
നമ്മൾ ഒരുപാട് സ്തുതിക്കണം അള്ളാഹുവിനെ. അൽഹംദുലില്ലാ, നമ്മൾ എത്രയോ വലിയ സൗഭാഗ്യവാന്മാരാണ്. അൽഹംദുലില്ലാ, നമുക്ക് അള്ളാഹു സത്യം മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി, അതിൽ നമുക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി. അള്ളാഹുവെ, മരണം വരെ നീ ഞങ്ങൾക്ക് ഹിദായത്തിൽ ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളെ നീ തെറ്റിച്ച് കളയല്ലേ റഹ്മാനെ. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും നമുക്ക് ചുറ്റിലുണ്ടാവും. ഒരിക്കലും നമ്മൾ പതറിപ്പോകാൻ പാടില്ല, അല്ലെ? എപ്പോഴും നമ്മളെ റബ്ബിന്റെ ആശ്വാസവാക്കുകൾ നമ്മളെ ചെവികളിലേക്ക് ഇങ്ങനെ എത്തണം. നമ്മൾ എന്തെങ്കിലും പ്രയാസങ്ങളിൽ, പ്രതിസന്ധികളിൽ, പരീക്ഷണങ്ങളിൽ പെട്ട് ഇങ്ങനെ ഉലയുമ്പോ, ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ കല്ലാ ഇന്ന മഅയ റബ്ബി സയഹ്ദീൻ, അല്ലെ? ഹസ്ബിയല്ലാഹ് വ നിഅമൽ വക്കീൽ. ഈ വാചകങ്ങൾ നമ്മളിങ്ങനെ നമ്മളെ കാതുകളിലും നമ്മളെ ഹൃദയങ്ങളിലും നമ്മളിങ്ങനെ ചേർത്ത് വെൽക്കണം. എന്റെ റബ്ബുണ്ട് എന്റെ കൂടെ, അല്ലെ? എനിക്ക് എന്റെ റബ്ബ് മതി. ഹസ്ബി അല്ലാ, എനിക്ക് അല്ലാഹ് മാത്രം മതി, നമുക്ക് വേറെ ആരും വേണ്ട. ആരല്ലാഹുവിനെ സൂക്ഷിക്കുന്നു അവൻ അല്ലാഹു ഒരു പോംവഴി കാണിച്ചു കൊടുക്കും. യർസുഖുഹു മിൻ ഹൈസു ലാ യഹ്തസിബ്, അവൻ വിചാരിക്കാത്ത രൂപത്തിൽ അല്ലാഹു ഉപജീവനം നൽകും. അള്ളാഹുവിൽ തവക്കുൽ ചെയ്യാൻ, അള്ളാഹുവിൽ സൂക്ഷ്മത പാലിച്ച് ജീവിക്കാൻ നമുക്ക് കഴിയണം. അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആനിന് നേരെ നമുക്കൊരിക്കലും അവഗണിക്കാനുള്ള ഇതുണ്ടാകാനേ പാടില്ല. വമൻ യഅശു അൻ ദിക്രി റഹ്മാൻ, പരമകാരുണികന്റെ ദിക്റിനെ തൊട്ട് ആര് തിരിഞ്ഞു കളയുന്നുവോ, അന്ധത നടിക്കുന്നുവോ, നുഖയ്യിദ് ലഹു ശൈത്താനൻ ഫഹുവ ലഹു ഖരീൻ, അവന് പിശാചിനെ അനുയായിയായിട്ട് അല്ലാഹു തആല ഏർപ്പാടാക്കി കൊടുക്കുന്നു പറയുന്നു. പിശാചായിരിക്കും അവന്റെ ഫ്രണ്ട്. സുബ്ഹാനല്ലാഹ്. എന്നിട്ടോ ഈ പിശാചിനെ കൂട്ടാളിയാക്കിയ ആൾക്കാരുടെ അവസ്ഥ എന്താ? അവരെങ്ങോട്ടാ നമ്മൾ കൊണ്ടുപോവുക? ഇന്നഹും ലയസുദ്ദൂനഹും അനിസ് സബീലി വയഹ്സബൂന അന്നഹും മുഹ്തദൂൻ. പിശാചിനെ കൂട്ടാളിയാക്കിയ ആൾക്കാരെ പിശാച് എങ്ങോട്ട് കൊണ്ടുപോകും? നേർമാർഗത്തിൽ നിന്ന് അവരെ തടയും. ഇവര് വിചാരിക്കും ഞങ്ങൾ സന്മാർഗത്തിലാ ഉള്ളത്. അത് തന്നെയാണ് ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ, അല്ലെ? നന്മയുടെ ആൾക്കാരെന്ന് പറഞ്ഞ് കുറെ ആൾക്കാര് നല്ല വിള ചമഞ്ഞ് ഇങ്ങനെ സമൂഹത്തിൽ വാഴുകയാണ്. ആൾക്കാരെ ആ സന്മാർഗത്തിന്റെ പാതയിൽ നിന്നും ദുർമാർഗത്തിലേക്ക് ഇങ്ങനെ വഴി നടത്തി കൊണ്ടുപോവാണ്. അവിടെ ഉണ്ട് തെളിവ്, ഇവിടെ ഉണ്ട് തെളിവ്, അത് തെളിവ്, ഇത് തെളിവ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ആൾക്കാരെ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ട് തെറ്റിക്കുന്നു. സത്യത്തിന്റെ മാർഗം അതൊന്നേ ഉള്ളൂ, ഇല്ല, അത് പലതില്ല. അത് ഒരേ ഒരു വഴിയാണ്. അത് പരിശുദ്ധ ഖുർആനും തിരുസുന്നത്തും അനുസരിച്ച് നമ്മളെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളതാണ്. സംശയത്തിന്റെ പിന്നാലെ നമ്മൾ പോകണ്ട, അല്ലെ? അത് ഇല്ലാത്ത കുറെ കാര്യങ്ങൾ നമ്മൾ ചെയ്തു കഴിഞ്ഞാൽ നഷ്ടല്ലേ? ഉറപ്പില്ലാത്ത പല കാര്യങ്ങളും എന്തിനു നമ്മൾ ചെയ്യണം? നമുക്ക് അള്ളാഹു തആല പറഞ്ഞു തന്ന, അള്ളാഹുവിന്റെ പ്രിയപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ കാണിച്ചു തന്ന നമ്മുടെ ദീനിൽ ചെയ്യേണ്ട എന്തെല്ലാം നല്ല കാര്യങ്ങളുണ്ട്. അത് ചെയ്താൽ പോരെ? വെറുതെ അത് പാടുണ്ടോ, ഇത് പാടില്ലേ, ഇങ്ങനത്തെ കാര്യങ്ങൾക്ക് പിന്നാലെ എന്തിനാ നമ്മൾ പോകുന്നേ? സംശയത്തിന് പിന്നാലെ നമ്മൾ പോകണ്ട. നമുക്ക് ഉറപ്പായിട്ടും ചെയ്താൽ പുണ്യം, പ്രതിഫലം വാഗ്ദാനം ചെയ്ത ഒരുപാട് സുന്നത്തുകൾ ഉണ്ട് നമുക്ക് ചെയ്യാൻ. ഒരു ദിവസം തന്നെ എത്ര സുന്നത്തുകൾ നമുക്ക് ചെയ്യാനുണ്ട്. അതൊക്കെ അവിടെ വെച്ചിട്ട് ഇല്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ പോയിട്ട് ആഘോഷിക്കാൻ പാടുണ്ടോ, പാടില്ലേ, ഇല്ലെ? തിന്നാൻ പാടുണ്ടോ, തിന്നാൻ പാടില്ലേ, കൊടുക്കാൻ പാടുണ്ടോ, പാടില്ലേ, എന്തിനാ? വേണ്ട, അതൊക്കെ മാറ്റി നിർത്ത്, അതൊക്കെ ഒഴിവാക്ക്. സംശയങ്ങളെ യുരീബുക്ക, അല്ലെ? ഇലാമാ ലാ യുരീബുക്ക എന്ന് പറഞ്ഞ് സംശയമുള്ളതിനെ നീ ഒഴിവാക്ക്. അത് അല്ലെ? ചില ആൾക്കാർ ഇങ്ങനെ തസ്ബീഹ് നിസ്കരിക്കാൻ പാടുണ്ടോ ഇല്ലയോ? എന്തിനാ? അതൊക്കെ സംശയമുള്ള കാര്യങ്ങളാണ്. അതിലൊന്നും കൃത്യമായ ഹദീസുകളുടെ പിൻബലമില്ല, തെളിവില്ല. നമ്മൾ അതിന്റെ പിന്നാലെ പോകണ്ട. നമുക്ക് ഉറപ്പായിട്ടും പ്രതിഫലം കിട്ടുന്ന അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്ന എത്ര സുന്നത്തുകളുടെ നമ്മുടെ ജീവിതത്തിൽ കൊണ്ടു നടക്കാൻ. സുബ്ഹാനല്ലാഹ്, അല്ലെ? നമ്മൾ ഉള്ളതിൽ നിന്ന്, നമ്മളെ കയ്യിലുള്ളതിൽ നിന്ന് ഒരു കുഞ്ഞാണ്, ഒരു കാരക്കന്റെ ഒരു ചീളാണെങ്കിലും നിങ്ങളെ സദഖ ചെയ്തിട്ട് നിങ്ങളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാ അള്ളാന്റെ റസൂൽ പറഞ്ഞത്. ഇല്ലാത്ത വേണ്ടാത്ത അനാചാരങ്ങൾക്ക് വേണ്ടി നമ്മൾ പണം ചെലവഴിച്ചിട്ട് എന്തിന് നമ്മൾ നഷ്ടക്കാരാകണം, അല്ലെ? അള്ളാഹു സത്യത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ അള്ളാഹു തൗഫീഖ് നൽകട്ടെ. ഒരിക്കലും നമ്മൾ പിശാചിന്റെ കൂട്ടാളികളായി പോകാൻ പാടില്ല. അള്ളാന്റെ ദിക്റിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളഞ്ഞാല് തീർച്ചയായും അവന് സങ്കേതം നരകമായിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. ആമീൻ. അല്ലെ? അള്ളാന്റെ കാരുണ്യാണെന്ത്? ഹിദായത്ത് എന്ന് പറയുന്നത്. പരമകാരുണികൻ തന്റെ അടിയാന്മാർക്ക് ചെയ്ത ഏറ്റവും വലിയ സമ്മാനാണ് ഈ ഹിദായത്ത് എന്ന് പറയുന്നത്. അതിനെ സ്വീകരിച്ചവനാണ് ആ സമ്മാനം സ്വീകരിച്ചവൻ.
അല്ലെ? അതിനെ നിരാകരിച്ചവനോ ഒരു 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 സൗഭാഗ്യമില്ലാത്ത പരാജയപ്പെട്ടവനാണ്. അവന് പിശാചിന്റെ കൂട്ടാളികളാണ് ഉണ്ടാവാന്. പിശാചാണെങ്കിലോ എപ്പോഴും അവനെ ഭീഷണിപ്പെടുത്തിയും കൊതിപ്പിച്ചും തെറ്റിലേക്ക് ശക്തമായി ഇങ്ങനെ വിട്ടുകൊണ്ടേയിരിക്കും. അള്ളാഹു കാത്തുരക്ഷിക്കട്ടെ. ആമീൻ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കും അല്ലെ? റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. നല്ലൊരു പ്രാർത്ഥനയാണിത്, എല്ലാരും പഠിച്ചു വെക്കണം. പരിശുദ്ധ ഖുർആനിലുള്ള പ്രാർത്ഥനയാണ്. സൂറത്തുൽ മുഅ്മിനൂനിലാണെന്ന് തോന്നുന്നുണ്ട്. ആയത്തെ നമ്പർ എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. നിങ്ങൾ എല്ലാരും ഇത് പഠിച്ചിരിക്കണം. റബ്ബി അഊദു ബിക മിൻ ഹമസാത്തി ശയാത്തീൻ വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. പിശാചുക്കൾ നമ്മളെ അടുത്ത് സന്നിഹിതരാകുന്നതിൽ നിന്ന് അള്ളാഹുവെ ഞാൻ നിന്നോട് രക്ഷ ചോദിക്കുന്നു. വ അഊദു ബിക റബ്ബി അൻ യഹ്ളുറൂൻ. സൂറത്തുൽ മുഅ്മിനൂനിലെ 97, 98 ആയത്തുകൾ, 97, 98 ആയത്തുകൾ പരിശുദ്ധ ഖുർആനിലെ പ്രാർത്ഥന. ഇതിലെ എല്ലാ ദിവസവും നിങ്ങൾ പ്രാർത്ഥിക്കണം. എല്ലാ ദിവസവും നമ്മൾ ഓർമ്മയോടെ പ്രാർത്ഥിക്കണം. പിശാചുക്കൾ ഇബ്ലീസിന്റെ കുതന്ത്രങ്ങൾക്ക് നമ്മൾ വശംവദരായി പോകാൻ പാടില്ല. അള്ളാഹുവിന്റെ ദിക്റുകളിൽ നിന്ന് നമ്മൾ തിരിഞ്ഞു കളയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ നമ്മൾ ആയിക്കഴിഞ്ഞാല് നമുക്ക് മുൻകഴിഞ്ഞ സമുദായങ്ങൾക്ക് വന്ന പോലെയുള്ള ശിക്ഷകൾ വരുന്ന അള്ളാഹു തആല പറയുന്നുണ്ടല്ലേ? ആദ് സമൂദ് ഗോത്രങ്ങൾക്ക് അള്ളാഹു തആല ശിക്ഷ ഇറക്കിയില്ലേ? അതുപോലുള്ള ശിക്ഷകൾ അനുഭവിക്കേണ്ടി വരും. അത് മാത്രല്ല ഈ ദുനിയാവിൽ അവന്റെ ജീവിതം എന്ന് പറയുന്നത് ഭയങ്കര കുടുസായതായിരിക്കും എന്ന് പറയും. വമൻ അഅറദ അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ദൻഖാ. എന്താ? അള്ളാന്റെ ദിക്റിനെ വിട്ട്, ഉത്ബോധനത്തെ വിട്ട് തിരിഞ്ഞു കളയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവന് ഇടുങ്ങിയ ജീവിതമായിരിക്കും ഉണ്ടാവുക. അപ്പം അള്ളാഹു സുബ്ഹാനഹു വ തആലന്റെ ദിക്ർ അല്ലെ, അതെന്താ? പ്രവാചകന്മാർ മുഖേന, വേദഗ്രന്ഥൻ മുഖേന നമുക്ക് അള്ളാഹു തആല നൽകിയ മാർഗനിർദ്ദേശങ്ങൾ. അത് വകവെക്കാതെ അല്ലെ സ്വന്തം ഇഷ്ടാനുസരങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന, അല്ലെങ്കിൽ ആരെയൊക്കെയോ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് നമ്മളുടെ അല്ലെ ദീനിന്റെ കാര്യങ്ങളെ മാറ്റിവെച്ചിട്ട് അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കുമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെയൊക്കെ പ്രവർത്തിച്ച ആളുകളെ സംബന്ധിച്ചിടത്തോളം നഷ്ടായിരിക്കും. അവർക്ക് ഒരുപക്ഷെ എന്തെല്ലാം അനുഗ്രഹങ്ങൾ ബാഹ്യമായിട്ടുണ്ടെങ്കിലും അപ്പൊ ഇഷ്ടമുള്ളത് ധരിച്ചും ഭക്ഷിച്ചും അങ്ങനെ നല്ല ഇതിൽ താമസിച്ചാലും ഒരു സംതൃപ്തി ഉണ്ടാവില്ല. അള്ളാന്റെ ദിക്റില് പരിശുദ്ധ ഖുർആൻ അനുസരിച്ചല്ലാത്ത ഒരു ജീവിതം അവൻ എത്ര തന്നെ സുഖ സൗകര്യങ്ങളിൽ ആഡംബരങ്ങളിലാണെങ്കിലും ഒരു തൃപ്തി എന്തായിട്ടും ഉണ്ടാവില്ല. എപ്പോഴും അസ്വസ്ഥതയും വെപ്രാളവും കുടുസതയും, വല്ലാത്തൊരു കുടുസതയായിരിക്കും. ഹൃദയവിശാലത ഉണ്ടാവില്ല, സ്വസ്ഥത ഉണ്ടാവില്ല. ഇങ്ങനെ ഒരു പിരിമുറുക്കം അനുഭവിക്കുന്ന ഒരു അവസ്ഥയായിരിക്കും. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ഖുർആൻ അല്ലെ, അത് ഹൃദയത്തിൽ സൂക്ഷിച്ച് ജീവിതത്തിൽ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിക്ക് പലതരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ, പ്രയാസങ്ങൾ, പരീക്ഷണങ്ങൾ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നതാണ്. പക്ഷെ എവിടെയോ ഒരു സമാധാനം അവന്റെ ഹൃദയത്തിൽ അവനക്ക് അനുഭവിക്കാൻ സാധിക്കും. അത് അള്ളാഹുവിന്റെ അടുത്ത് നിന്ന് കിട്ടുന്ന ഒരു സമാധാനം. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു എന്താ പറയാ, ആ ഒരു സമാധാനം നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ദുനിയാവിലെ കാര്യം പറയുന്നത്. ഇനി ആഖിറത്തിലെ അവസ്ഥ എന്താ? മൻ അഅറദ അൻഹു ഫഇന്നഹു യഹ്മിലു യൗമൽ ഖിയാമത്തി വിസ്റാ ഖാലിദീന ഫീഹി വസാഅ ലഹും യൗമൽ ഖിയാമത്തി ഹംലാ. എന്താ പറയുന്നത്? അള്ളാഹുവിന്റെ ഉത്ബോധനത്തെ തിരിഞ്ഞു കളയുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഖിയാമത്ത് നാളില് പാപഭാരം വഹിച്ചു നടക്കേണ്ടി വരും. അവരതിന്റെ കാരണത്താൽ അവർക്ക് നരകത്തിലെ നിത്യവാസികളായിരിക്കും. അവർക്ക് എത്ര മോശമായ അവസ്ഥയാണ്. അല്ലാഹു അക്ബർ, ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അതുകൊണ്ട് തന്നെ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുക, പരിശുദ്ധ ഖുർആൻ നമ്മളെ മുമ്പിൽ എത്തിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് താക്കീതുകാരനാണ്, അത് പ്രബോധകനാണ്. അല്ലെ? അലം യഅതികും നദീർ എന്ന് ചോദിക്കേണ്ട ഒരവസ്ഥ നമ്മളോട് ആരും ചോദ്യം ചോദിക്കുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാവാതിരിക്കട്ടെ. നാളെ നരകം നേരിൽ കാണുന്ന ഒരവസ്ഥ ഒരാൾക്കും വരാതിരിക്കട്ടെ.
ആ കത്തിയാളുന്ന നരകശിക്ഷയിൽ നിന്ന് നമുക്ക് രക്ഷപ്പെടാനുള്ള മാർഗം നമുക്ക് പരിശുദ്ധ ഖുർആനിലൂടെ അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു തന്നിട്ടുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. ആ വഴിയിൽ, ആ സന്മാർഗത്തിന്റെ വഴിയിൽ നമ്മൾ പിന്തുടരാൻ നമുക്ക് സാധിക്കണം. അതിൽ നിന്ന് തെറ്റിപ്പോയാൽ അവൻ ദുനിയാവിൽ നിർഭാഗ്യവാനായിരിക്കും, പരലോകത്ത് അവൻ നരകാവകാശിയായിരിക്കും. അതുകൊണ്ട് ആ ഒരു അവസ്ഥ നമുക്ക് വന്നു ഭവിക്കാതിരിക്കട്ടെ. അത് മാത്രല്ല ഖിയാമത്ത് നാളില് അള്ളാഹുവിന്റെ ഉത്ബോധനങ്ങളെ അവഗണിച്ച ആളുകളുടെ അവസ്ഥ പറയുമ്പോൾ അവൻ അന്ധനായിരിക്കുന്ന പറയും. കണ്ണ് കാണാത്തൊരവസ്ഥ. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى. ഖിയാമത്ത് നാളില് അവന് ദുനിയാവില് ഈ കുടുസായ ജീവിതമായിരിക്കും, മാത്രമല്ല പരലോകത്ത് അവൻ അന്ധനായ അവസ്ഥയായിരിക്കും. എന്നിട്ട് അവൻ ചോദിക്കും, ഖാല റബ്ബി ലിമ ഹശർതനി അഅമാ വഖദ് കുന്തു ബസീറ. പടച്ചോനെ, ഞാൻ നല്ല കാഴ്ചയുള്ളവനായിരുന്നല്ലോ അല്ലാ, എന്നെ എന്താ ഇങ്ങനെ അന്ധനാക്കിയ നിലയിൽ നീ ആക്കിയത്? അപ്പൊ അല്ലാഹു തആല എന്താ പറയുന്നറിയോ? ഖാല കദാലിക അതത്കു ആയാതുനാ ഫനസീതഹാ വകദാലിക അൽയൗമ തുൻസാ. അല്ലാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. എന്താ അല്ലാഹു പറയുന്നറിയോ? നിനക്ക് എന്റെ ആയത്തുകൾ, ദൃഷ്ടാന്തങ്ങൾ നിന്റെ മുമ്പിൽ വന്നു, പക്ഷേ നീ എന്താ ചെയ്തത്? ഫനസീതഹാ, നീ അതിനെ മറന്നു കളഞ്ഞു. നീ അതിനെ നേർക്ക് തിരിഞ്ഞു നോക്കിയില്ല, അതിനെ നീ മറന്നു കളഞ്ഞു. അതുകൊണ്ട് തന്നെ വകദാലികൽ യൗമ തുൻസാ, അപ്രകാരം അതുപോലെ ഇന്ന് നീയും വിസ്മരിക്കപ്പെട്ടു. എന്താ? നിന്നെ മറന്നുപോയി, നിന്നെ മറന്നു കളഞ്ഞു. അള്ളാഹു നമ്മളെ മറക്കുന്ന ഒരവസ്ഥ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. ആമീൻ. യാ ഹയ്യു യാ ഖയ്യൂം ബിറഹ്മതിക അസ്തഗീസ് നസ്തഗീസ്. അല്ലാഹു അക്ബർ അല്ലേ. അല്ലാഹുവേ, ഞങ്ങളെ നീ സഹായിക്കണേ അല്ലാഹ്. ഒരിക്കലും ഇങ്ങനെയുള്ള ഇരുട്ടിലേക്ക് എത്തിപ്പെടുന്ന ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നു ഭവിക്കല്ലേ റഹ്മാനെ. അള്ളാഹുവിനെ കണ്ടുമുട്ടുമെന്ന ആ ഒരു കൃത്യമായ ബോധത്തോടു കൂടി തന്നെ ഈ ദുനിയാവിൽ ജീവിക്കാൻ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. അള്ളാഹുവിന്റെ ആയത്തുകൾ നമ്മുടെ മുമ്പിലെത്തി നമ്മൾ അതിനെ മറന്നു കളയുന്ന ഒരവസ്ഥ നമുക്ക് ഉണ്ടാകാൻ പാടില്ല. പരിപൂർണമായും അള്ളാഹുവിന്റെ കൽപ്പനകളെ അനുസരിച്ചുകൊണ്ട്, അള്ളാഹുവിന്റെ വിലക്കുകളെ ഒഴിവാക്കിക്കൊണ്ട്, അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് ജീവിക്കാൻ നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കുക. അങ്ങനെ ആയാൽ ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബി ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. സുബ്ഹാനല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. അല്ലാഹു തആല പറയുന്ന ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും, നിശ്ചയമായും തന്റെ റബ്ബിനെ ഭയപ്പെടുന്ന ആളുകൾ, ബിൽ ഗൈബ്, അദൃശ്യമായ നിലയിൽ നമ്മൾ ഭയപ്പെടേണ്ടത് നമ്മൾ റബ്ബിനെയാണല്ലേ. നമുക്ക് ഖുശൂ ഉണ്ടാവണം. അങ്ങനെയാണെങ്കിൽ ലഹും, അവർക്കുണ്ട്, മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ, പാപമോചനവും മഹത്തായ പ്രതിഫലവും. സുബ്ഹാനല്ലാഹ്. ആദ്യം അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കഴിവിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. എന്തിനാണ് ഈ ദുനിയാവിലെ ജീവിതം എന്ന് നമുക്ക് പറഞ്ഞു തന്നു. ആകാശഭൂമികളുടെ സൃഷ്ടിപ്പിന്റെ മഹത്വത്തെ കുറിച്ച് പറഞ്ഞു തന്നു. ആകാശങ്ങളിലെ നക്ഷത്രങ്ങൾ അലങ്കരിച്ചതിനെ കുറിച്ച് നമുക്ക് പറഞ്ഞു തന്നു. നരകശിക്ഷയെ കുറിച്ച് പറഞ്ഞു. നരകത്തിൽ ആരാണ് പെട്ടുപോകുക എന്നുള്ളത് പറഞ്ഞു. ആ സമയത്തുണ്ടാകുന്ന ആ കുറ്റവാളികളുടെ അവസ്ഥ നമുക്ക് വിവരിച്ചു തന്നു. നരകത്തിന്റെ അവസ്ഥ നമുക്ക് വിവരിച്ചു തന്നു. അതിൽ ആരാണ് അകപ്പെടുക എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാക്കി തന്ന്, അതിലകപ്പെടുന്ന ആ കുറ്റവാളികളുടെ അന്നത്തെ അവസ്ഥ നമുക്ക് വ്യക്തമാക്കി തന്ന്. എന്നിട്ട് അല്ലാഹു തആല പറയുന്നില്ലേ, ആ വിലപിക്കുന്നൊരവസ്ഥ അള്ളാഹു പറഞ്ഞത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് കേട്ടിരുന്നെങ്കിൽ, അനുസരിച്ചിരുന്നെങ്കിൽ, ബുദ്ധി കൊടുത്ത് ഉറ്റാലോചിച്ചിരുന്നെങ്കിൽ, അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിച്ചിരുന്നെങ്കിൽ ഇങ്ങനൊരു ദുരവസ്ഥ വരുമായിരുന്നില്ല എന്നുള്ള വിലാപം അവിടെ വെച്ച് എല്ലാവർക്കും കൃത്യമായി ബോധ്യപ്പെടും. അള്ളാഹു തആല പറയാന്ന്, നിങ്ങൾ അള്ളാഹുവിനെ ഭയപ്പെട്ട് ഖുശൂഓടുകൂടി ദുനിയാവിൽ നിങ്ങൾ ജീവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പാപമോചനമുണ്ട്. മനുഷ്യ അല്ലേ, നിന്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ടെങ്കിൽ, യാ ഇബാദിയല്ലദീന അസ്റഫു അലാ അൻഫുസിഹിം ലാ തഖ്നതു മിൻ റഹ്മത്തില്ലാഹ്. സ്വന്തത്തോട് അക്രമം പ്രവർത്തിച്ചവനായ എന്റെ അടിയാനേ, എന്റെ അടിമേ, സ്നേഹത്തോടെ വിളിക്കുന്ന അക്രമം പ്രവർത്തിച്ചവനെ പോലും നിങ്ങൾ അള്ളാഹുവിന്റെ കാരുണ്യത്തില് നിരാശപ്പെടണ്ട. ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. അല്ലെ, അവർക്ക് എന്തുണ്ട്? മഗ്ഫിറത്ത് ഉണ്ട്, മഹത്തായ പ്രതിഫലം ഉണ്ട്. എന്താ അജ്റുൻ കബീർ എന്ന് പറഞ്ഞാല്? സ്വർഗം. സുബ്ഹാനല്ലാഹ്.
അള്ളാഹു നമുക്ക് എല്ലാവർക്കും അള്ളാഹുവിന്റെ ഉന്നതമായ ജന്നാത്തുൽ ഫിർദൗസ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ. അതിനുതകുന്ന രീതിയിലുള്ള സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും തൗഫീഖ് പ്രദാനം ചെയ്യുമാറാകട്ടെ. ഇന്ന് കുറച്ചധികം സമയമായിപ്പോയി, ക്ഷമിക്കണം. ആ ഭാഗം കംപ്ലീറ്റ് ചെയ്യാന്ന് വിചാരിച്ചിട്ടായിരുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് എല്ലാവർക്കും പറയുന്ന കാര്യങ്ങളും കേൾക്കുന്ന കാര്യങ്ങളും മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും പ്രാവർത്തികമാക്കാനും മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. ആമീൻ. മരണം വരെ റഹ്മാനായ റബ്ബേ, നിന്റെ ദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള തൗഫീഖ് ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ ഹിദായത്തിന്റെ വഴിയിൽ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ അവസരം നൽകി അള്ളാഹുവേ. ഈ ഹിദായത്തിൽ ഞങ്ങളെ നീ ഉറപ്പിച്ചു നിർത്തണേ അള്ളാഹ്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്നവനായ അള്ളാഹുവേ, നിന്റെ ദീനിൽ ഞങ്ങൾക്ക് ഉറച്ചു നിൽക്കാനുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. നേരായ മാർഗത്തിൽ നിന്ന് ഞങ്ങൾ തെറ്റിച്ചു കളയല്ലേ റഹ്മാനെ. സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഞങ്ങൾക്ക് നീ തൗഫീഖ് പ്രദാനം ചെയ്യണേ അള്ളാഹ്. സത്യം സത്യമായി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും അതനുസരിച്ച് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും മരണം വരെ നിലനിർത്താനും ഞങ്ങളെ നീ സഹായിക്കണേ റഹ്മാനെ. സത്യത്തിൽ നിന്ന് തെറ്റിച്ച് കളയുന്ന ഒരുപാട് ആൾക്കാർ ചുറ്റിലുണ്ട് അള്ളാഹുവേ. സത്യം എന്തെന്നറിയാതെ അസത്യത്തിന്റെ പിന്നാലെ, ബിദഅത്തിന്റെ പിന്നാലെ, ശിർക്കിന്റെ പിന്നാലെ, കുഫറിന്റെ പിന്നാലെ നടക്കുന്ന ഒരുപാട് സഹോദരങ്ങൾ അല്ലാഹുവേ, നീ അവർക്കെല്ലാം നീ ഹിദായത്ത് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ, ഞങ്ങളുടെ അയൽപക്കങ്ങളിൽ, ഞങ്ങളുടെ സുഹൃത്ത് വലയങ്ങളിൽ ഉണ്ട് അല്ലാഹുവേ ശിർക്ക് ചെയ്യുന്ന, കുഫർ ചെയ്യുന്ന, ബിദഅത്ത് ചെയ്യുന്ന, സത്യം എന്താണെന്ന് അറിയാതെ അസത്യത്തിന്റെ പിന്നാലെ പോകുന്ന ഒരുപാട് സഹോദരങ്ങൾ, സഹോദരിമാർ, സഹോദരങ്ങൾ, കുടുംബങ്ങൾ അല്ലാഹുവേ, അവർക്കൊക്കെയും നീ സത്യം മനസ്സിലാക്കാൻ, ഞങ്ങളെ കൊണ്ട്, ഞങ്ങളിലൂടെ ഒരു സത്യം അവരിലേക്ക് എത്തിച്ചു കൊടുക്കാൻ ഞങ്ങൾക്കും നീ തൗഫീഖ് പ്രദാനം ചെയ്യാൻ അല്ലാഹ്. ഞങ്ങൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് മനസ്സിലാക്കാനുള്ള ഹിദായത്ത് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. സത്യം മനസ്സിലാക്കാനുള്ള ഹൃദയവിശാലത നീ ഞങ്ങൾക്കും എല്ലാവർക്കും നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. നിന്റെ സത്യദീനിൽ അടിയുറച്ചു നിൽക്കാനുള്ള നല്ല ഈമാൻ, സ്ട്രോങ് ആയ ഈമാൻ, ശക്തമായ ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഇബാദത്തുകൾ ചെയ്യാനുള്ള നല്ല ക്ഷമ ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് പ്രതിസന്ധികളും പ്രയാസങ്ങളും പ്രശ്നങ്ങളും എല്ലാം അഭിമുഖീകരിക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും അല്ലാഹുവേ. അവിടെയൊക്കെയും തളർന്നു പോകാതെ, തെറ്റിപ്പോകാതെ, പതറിപ്പോകാതെ നല്ല ഈമാൻ, നല്ല ഇഖ്ലാസ്, നല്ല തഖ്വ, നല്ല ഇഹ്സാൻ ഞങ്ങൾക്ക് നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളുടെ വീടുകളിൽ നീ ഈമാനികമായ അന്തരീക്ഷം നിലനിർത്തി തരണേ റഹ്മാനെ. ജീവിത സാഹചര്യങ്ങൾ എന്താണെങ്കിലും അള്ളാഹുവിന്റെ സത്യത്തിൽ നിന്നും ഒരു ആൺവിടെ പോലും തെറ്റിപ്പോകാതെ ജീവിക്കാനുള്ള നല്ല ഈമാൻ നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും നേരത്തെ ഇവിടെ പറഞ്ഞു പോയ ഞങ്ങളുടെ പ്രിയപ്പെട്ടവർ അള്ളാഹു അവരൊക്കെ ഇന്ന് ഖബറുകളിലാണ് അള്ളാഹ്. അവരുടെ ഖബറിടങ്ങൾ നീ വിശാലമാക്കി നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവർക്ക് നീ സ്വർഗീയ കവാടങ്ങൾ തുറന്നു നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് ചേർത്ത് അനുഗ്രഹിക്കണേ റഹ്മാനെ. ഞങ്ങളിൽ നിന്നും രോഗികളായി മറ്റ് പ്രയാസപ്പെടുന്നവർക്ക് അല്ലാഹുവേ രോഗശമനവും ശിഫയും ആശ്വാസവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. ഒരുപാട് സാമ്പത്തികമായ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, ഞെരുക്കങ്ങൾ അനുഭവിക്കുന്ന കുടുംബങ്ങളുണ്ട് അല്ലാഹുവേ. കടബാധ്യതകൾ കൊണ്ട് പ്രയാസപ്പെടുന്നവരുണ്ട് റഹ്മാനെ. അവർക്കൊക്കെയും നീ അവരുടെ പ്രയാസങ്ങൾ നീക്കി ആശ്വാസവും സമാധാനവും നിറഞ്ഞ ജീവിതം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാ കുടുംബങ്ങളിലും നീ സൗഖ്യം പ്രദാനം ചെയ്യണേ റഹ്മാനെ. 1-2 ദുആ വസിയത്തുണ്ട്, അതൊന്ന് പ്രത്യേകം ഞാൻ ഓർമ്മപ്പെടുത്തുന്ന. എന്റെ ഒരു സ്റ്റുഡന്റ്, അവരുടെ മകന് ഒരു ചെറിയൊരു പല്ലുവേദന വന്നതാണ്. പക്ഷെ അതിപ്പം കൂടി ഒരു പഴുപ്പ് വന്ന് ഒരു ക്യാൻസറിന്റെ ഒരു ഇതിലേക്ക് എത്തിയിട്ടുണ്ടെന്നാ പറയുന്നത്. ഭയങ്കരമായി അവർ പ്രയാസപ്പെടുന്ന ചെറിയ മോനാണ്. അതിന്റെ റിസൾട്ട് വരാൻ അവർ വെയിറ്റ് ചെയ്യണം. അവർ വരുന്ന ആ റിസൾട്ട് വരുമ്പോൾ അല്ലാഹുവേ, അതൊന്നുമില്ല, അത് സാധാരണ പല്ലുവേദന, സാധാരണ ഒരു പഴുപ്പായിട്ട് അത് മാറ്റിക്കൊടുക്കണേ അല്ലാ. അങ്ങനെ യാതൊരു മാരകമായ രോഗത്തിനും അടിമപ്പെടാതെ ആ കുഞ്ഞുമോനെ നീ കാത്ത് സംരക്ഷിക്കണേ അല്ലാ. കുടുംബം വല്ലാതെ മനപ്രയാസത്തിലാണ് അല്ലാഹുവേ. അവർക്ക് നീ മനസ്സമാധാനവും ശിഫയും സമാധാനവും നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. അതുപോലെ നമ്മുടെ കുടുംബത്തിൽ തന്നെ ഒരാള് ലിവറിന് കുറച്ച് കംപ്ലൈന്റ് ആയിട്ട് ഇങ്ങനെ ഹോസ്പിറ്റലിൽ കിടക്കുന്നുണ്ട്. പ്രത്യേക ദുആ വസിയത്ത് പറഞ്ഞിട്ടുണ്ട്. അവർക്കും ഒരു പ്രയാസം ഇല്ലാതെ ആ അസുഖത്തിൽ നിന്ന് പൂർണ്ണമായ ശിഫ നൽകി ആശ്വാസം നൽകി അനുഗ്രഹിക്കണേ റഹ്മാനെ. എല്ലാവരെയും എല്ലാ മാരകമായ രോഗങ്ങളെ തൊട്ടും നീ കാത്ത് സംരക്ഷിക്കണേ റഹ്മാനെ. ربنا هب لنا من ازواجنا وذرياتنا قرة اعين واجعلنا للمتقين اماما ربنا لا تزغ قلوبنا بعد إذ هديتنا وهب لنا من لدنك رحمة انك انت الوهاب اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منكم والأموات إنك مجيب دعوات يا غالي الحاجات
اللهم اجرنا من النار، اللهم اجرنا من النار، اللهم اجرنا من النار وادخلنا الجنة يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين. وصلى الله على محمد والحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته. وعليكم عليكم السلام السلام وعليكم ورحمة السلام ورحمة الله جزاكالله وبركاته. الله وبركاته. അൽഹംദുലില്ലാ മാഷാ അല്ലാഹ് നല്ല കാര്യം. വലൈക്കും അസ്സലാം. നല്ല ക്ലാസ് ഇവിടെ ബാങ്ക് കൊടുത്ത് എല്ലാരും പോട്ടെ. അല്ലേ നസീറ